ചേരുന്നുണ്ട് റോഷിപാൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് ആസഫ് അലി പറഞ്ഞത് എന്താണ്? ഇത് കേസെടുത്തേ മതിയാകൂ എന്നതാണ്. അതല്ലാതെ മറ്റു മാർഗമില്ല. സർക്കാരും ആ വഴിക്കാണോ ആലോചന? നിയമപരിശോധനയ്ക്ക് പോകുമോ സർക്കാർ? റോഷിപാൽ, കേൾക്കാമെങ്കിൽ നമ്മളും ആ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഈ കേസ് ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ, ശബ്ദമില്ല റോഷിക്ക്, കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കെ, സർക്കാരിൻ്റെ പക്കൽ ഉണ്ടായിരിക്കെ, കുറ്റകൃത്യം നടന്നതിനെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്നിരിക്കെ സർക്കാർ കോടതിയിലേക്ക് പോയി പോലീസ് എഫ്ഐആർ ഇടണ്ടേ? നമ്മൾ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഒരു സംശയവുമില്ല, ഇത്രയും വലിയ കുറ്റകൃത്യം സിനിമാ മേഖലയിൽ നടന്നു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ, അതും 233 പേജ്, ഇനി എത്രയോ പേജുകൾ കിടക്കുന്നു, മൊഴികളടക്കം തെളിവുകളടക്കം. അതുകൊണ്ട് തന്നെ വലിയ കുറ്റകൃത്യം നടന്ന ഈ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് മാത്രമല്ല, അവിടെ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയവരെ നിയമത്തിന് കൊണ്ടുവരാനുള്ള പോരാട്ടമാണ് ഇനി അങ്ങോട്ട് നടക്കേണ്ടത്. ആ പോരാട്ടത്തിനൊപ്പമാണ് നമ്മളടക്കം, റിപ്പോർട്ടർ അടക്കമെന്ന് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാർ എന്തായാലും ഈ കാര്യത്തിൽ നിയമപരിശോധന ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യമടക്കം സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ വളരെ വിശദമായ നിയമപരിശോധന സംസ്ഥാന സർക്കാർ നടത്തും. അതിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധനയും സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനമെടുക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ മറുഭാഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമപരിശോധനയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഓക്കെ റോഷിപാൽ, ഒരു നയരൂപീകരണം എന്ന് പറയുമ്പോൾ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളെക്കാൾ പുറത്തുവിടാത്ത 63 പേജുകൾ, അത് വളരെ നിർണായകമാണ്. അതിനുള്ളിൽ അത് സർക്കാരിന് മുന്നിലുണ്ട്. ഏത് രീതിയിലുള്ള ചൂഷണത്തിനാണ്, ലൈംഗിക ചൂഷണം എന്ന് പറയുമ്പോൾ അത് ഏത് എക്സ്ട്രീം വരെ പോയി എന്നുള്ള തെളിവുകൾ എക്സിബിറ്റ്സ് ആയി സർക്കാരിന് മുന്നിലുണ്ട്. C1 to C24 അത്രയും എക്സിബിറ്റ്സ് സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ ഒരു നയരൂപീകരണം പേരിന് ചർച്ച ചെയ്ത് ഒഴിവാക്കൽ അതിനി നടക്കില്ല. കാരണം പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് കോടതി കൂടി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിനിമ എന്നത് ഒരു തൊഴിൽ മേഖലയായി തന്നെ കണ്ടുകൊണ്ടുള്ള കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്ന നയരൂപീകരണം, ട്രൈബ്യൂണൽ, അതോടൊപ്പം തന്നെ ഈ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ പരാതികൾ ഉയരുകയാണെങ്കിൽ, രഹസ്യമായ പരാതിയല്ല, പരാതികൾ ഉയരുകയാണെങ്കിൽ മാത്രം അതിലേക്ക് ഇടപെടുന്നു എന്നതിനപ്പുറം സർക്കാർ മുൻകൈയെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയല്ലേ റോഷിപാൽ? സുജയ, സർക്കാർ നിർബന്ധിതമാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ WCC സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. കാരണം WCC 2017 നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് സംസ്ഥാന സർക്കാർ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ സാംസ്കാരിക സിനിമാ മന്ത്രി AK ബാലനും നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുകയും സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് കമ്മീഷൻ വരുന്നത്. ഇങ്ങനെയൊരു ഹേമ കമ്മിറ്റിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുന്നത് WCCയുടെ ആവശ്യത്തിനാണ്. അപ്പോൾ ആ റിപ്പോർട്ട് ഇപ്പോൾ പൊതു ഇടത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ വലിയ ക്രൂര പീഡനങ്ങൾ നടന്നു, വേട്ടയാടലുകൾ നടന്നു എന്ന് തെളിയുന്ന സാഹചര്യത്തിൽ ഇനിയുമേറെ പേജുകൾ, അത് ഈ സംഗ്രഹം മാത്രമല്ല, മൊഴികളായി തെളിവുകളുണ്ട്, ഒപ്പം ദൃശ്യങ്ങളും ശബ്ദങ്ങളും വാട്സപ്പ് ചാറ്റുകളടക്കം ചൂഷണത്തിൻ്റെ നിരവധി ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോഴും സാംസ്കാരിക വകുപ്പിലുണ്ട്. അത് പുറത്തുവിടുന്നതിൽ പരിമിതികളുണ്ട്, പരിശോധിക്കേണ്ടത് സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യത, അത് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ സർക്കാർ ചെയ്യുമോ? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്.